ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ മാത്രേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സുരഥ രാജാവിൻ്റെ മറുപടി മുതൽക്കാണ് ഇനി നോക്കുവാനുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ സമാധി എന്ന പേരുള്ളതായിട്ടുള്ള ആ വൈശ്യൻ തൻ്റെ കഥ പറയുന്നത് നമ്മൾ കണ്ടിരുന്നു. സുരഥ രാജാവിൻ്റെ 3 ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്നോണം പറയുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇനി അടുത്തത് രാജാവ് മറുപടി പറയുകയാണ്. രാജോവാച യൈർനിരസ്തോ ഭവാൻ ലുബ്ധൈ പുത്രധാരാദിഭിർധനൈ തേഷു കിം ഭവത സ്നേഹമനുബധ്നാതി മാനസം. ഇവിടെ ആ വൈശ്യൻ പറഞ്ഞ വാക്കുകൾ രാജാവിൽ അത്യധികം ആശ്ചര്യമാണുളവാക്കിയത്. അതുകൊണ്ട് ചോദിക്കുകയാണ്, യൈർ നിരസ്തോ ഭവാൻ ലുബ്ധൈ. യൈഹി നിരസ്തഃ, ആരാണോ നിന്നിൽ നിന്നും ഭവാൻ ലുബ്ധൈ, ആ നിന്നിൽ നിന്നും ഭഗവാൻ അങ്ങയിൽ, ആ വൈശ്യനിനോട് ചോദിക്കുകയാണ്, അങ്ങയിൽ നിന്നും ആരാണോ പുത്രധാരാദിഭിർധനൈ, അതായത് ഏതൊരു പുത്രന്മാരും ഭാര്യയുമാണോ അങ്ങയിൽ നിന്നും അങ്ങയുടെ ധനവും സമ്പത്തുമെല്ലാം അപഹരിച്ചിട്ട് ഇങ്ങനെ അങ്ങയെ അവിടെ നിന്നും ഭ്രഷ്ടനാക്കിയത്, അങ്ങയെ ഈ വനത്തിൽ വരുന്നതിന് ഇടയാക്കി തീർത്തത്. തേഷു കിം ഭവത സ്നേഹമനുബധ്നാതി മാനസം. തേഷു, അവരെക്കുറിച്ച്, കിം ഭവത, എന്താണ് ഇങ്ങനെ, എന്ത് സ്നേഹം അനുബധ്നാതി, സ്നേഹം അനുബധ്നാതി മാനസം, ഈ അങ്ങയുടെ മനസ്സിൽ ഇപ്പോഴും അവരെക്കുറിച്ച് സ്നേഹത്തോടു കൂടിയാണ് അങ്ങ് സംസാരിക്കുന്ന. അങ്ങേക്ക് അവരോടുള്ള ആ ഒരു ബന്ധം ഇപ്പോഴും സ്നേഹത്തിൽ അധിഷ്ഠിതമായി നിൽക്കുന്നുവല്ലോ. അതിനെന്താണ് കാരണം? അവരാണല്ലോ അങ്ങയെ ഇങ്ങനെ വനത്തിലേക്ക് വരുന്നതിന് ഇടയാക്കി തീർത്തത്, അങ്ങയെ നിസ്സാരനാക്കി തീർത്തത്, ധനമോ സമ്പത്തോ ഇല്ലാത്തവനാക്കി തീർത്തത്. പൊതുവെ ഇങ്ങനെ ഒരു അതിശയം വരാൻ കാരണം ലോക സ്വഭാവമനുസരിച്ച് ഇപ്പോൾ ഈ വൈശ്യൻ അവരോട് തോന്നേണ്ടിയിരുന്നത് പ്രതികാരബുദ്ധിയായിരുന്നു. പക്ഷെ കാണുന്നതാകട്ടെ, ഇപ്പോഴും തന്നെ ഗൃഹഭ്രഷ്ടനാക്കിയ, തന്നെ വെറും ദരിദ്രനാക്കി തീർത്ത ആ ഭാര്യയോടും പുത്രന്മാരോടുമൊക്കെ അതീവ സ്നേഹം ഉള്ളിൽ സൂക്ഷിക്കുന്ന വൈശ്യനെയാണ്. അതുകൊണ്ടാണ് രാജാവിന് ഇങ്ങനെയൊരു സന്ദേഹം ഉള്ളിലുണ്ടായത്. അടുത്ത ശ്ലോകം വൈശ്യൻ അതിനുള്ള മറുപടി പറയുകയാണ്. ഏവമേതദ്യഥാ പ്രാഹ ഭവാനസ്മദ്ഗതം വച കിം കരോമി ന ബധ്നാതി മമ നിഷ്ഠുരതാം മനഃ. ഏവമേതദ്യഥാ പ്രാഹ, അല്ലയോ രാജാവേ, ഏവം ഏതത് യഥ, അങ്ങ് എന്താണോ ഇപ്പോൾ പറഞ്ഞത്, പ്രാഹ എന്നല്ല പറഞ്ഞത്, ഭവാൻ അസ്മദ്ഗതം വച, ഈ പറഞ്ഞതെല്ലാം, അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണ്. കാരണം എനിക്ക് അവരോട് തോന്നേണ്ടിയിരുന്നത് പ്രതികാര ബുദ്ധി തന്നെയാണ്. കിം കരോമിന ബധ്നാതി മമ നിഷ്ഠുരതാം മനഃ. പക്ഷേ അങ്ങ് തന്നെ പറയും, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നെ അവര് അവിടെ നിന്നും ഭ്രഷ്ടനാക്കി വനത്തിലേക്ക് പറഞ്ഞു വിട്ടു, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ന ബധ്നാതി മമ നിഷ്ഠുരതാം മനഃ. എനിക്ക് അവരോട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകാതെ ഇരിക്കുവാൻ, ആ ഒരു സ്നേഹബന്ധം ഉണ്ടാകാതെ ഇരിക്കുവാൻ കാരണം
അങ്ങനെ സ്നേഹം ഉണ്ടാകാതെ ഇരിക്കാൻ എങ്ങനെയാണ് കഴിയുക എൻ്റെ ഉള്ളിൽ? കാരണം മമ നിഷ്ഠുരതാം മനഃ, എൻ്റെ മനസ്സ്, എൻ്റെ ഹൃദയം അവരോട് ആ സ്നേഹബന്ധത്തിൽ നിന്ന് ഇപ്പോഴും വിട്ടുപിരിയുന്നില്ല. മനസ്സങ്ങനെ അവരോട് ഇപ്പോഴും ചേർന്ന് നിൽക്കുകയാണ്. അവരെന്നോട് എന്ത് ചെയ്താലും എൻ്റെ മനസ്സിൽ അവരോടുള്ള ഭാവം അത് വിട്ടുമാറുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യൈ സന്ത്യജ്യ പിതൃസ്നേഹം ധനലുബ്ധൈർനിരാകൃത പതിസ്വജനഹാർദം ച ഹാർദിതേഷ്വേവ മേ മനഃ. യൈ സന്ത്യജ്യ പിതൃസ്നേഹം ധനലുബ്ധൈർനിരാകൃത. എൻ്റെ പുത്രന്മാരൊക്കെ ആ പിതാവിനോടെന്നുള്ള ആ സ്നേഹമൊക്കെ, പിതൃസ്നേഹം സന്ത്യജ്യ, അതെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു. അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഭാവമില്ല. അതുപോലെ പതിസ്വജനഹാർദം ച ഹാർദിതേഷ്വേവ മേ മനഃ. പതിസ്വജനഹാർദം ച, പതിയോട്, ഭർത്താവിനോട് ഉണ്ടാകുന്നതായിട്ടുള്ള ആ സ്നേഹത്തെ ഭാര്യയും ഉപേക്ഷിച്ചിരിക്കുന്നു. ഹാർദിതേഷ്വേവ മേ മനഃ. എൻ്റെ ബന്ധുക്കളൊക്കെ ബന്ധുസ്നേഹവും എന്നോട് ഉപേക്ഷിച്ചു. എന്നിരുന്നാലും എൻ്റെ മനസ്സ്, മേ മനഃ തേഷു ഏവ ഹാർദി, അവരോടിപ്പോഴും ആ സ്നേഹപാശത്താൽ, സ്നേഹപരവശമായിട്ടാണ് ഇരിക്കുന്ന, സ്നേഹപാശത്താൽ ബന്ധിക്കപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. കിമേതന്നാഭിജാനാമി ജാനന്നഭി മഹാമതേ യത് പ്രേമ പ്രവണം ചിത്തം വിഗുണേഷ്വപി ബന്ധുഷു. കിമേതൻ ന അഭിജാനാമി. ഇവിടെ ഇനി ഒരു കൺഫെഷൻ എന്ന് പറയും പോലെ ഒരു തുറന്നു പറച്ചിലാണ് ഇവിടെ ആ വൈശ്യൻ പറയുന്നത്. എന്താ? കിം ഏതന്ന ജാനാഭി, ഇതെന്താണ് എന്ന്, ഇതെന്തുകൊണ്ടാണ് ഈ ബന്ധുക്കളാകട്ടെ, പുത്രന്മാരാകട്ടെ, ഭാര്യയാകട്ടെ, എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ന അഭിജാനാമി, എനിക്കറിയുന്നില്ല. ജാനന്നഭി മഹാമതേ, അങ്ങേക്ക് എല്ലാം അറിയാമായിരിക്കുമല്ലോ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്, ഇതിനെന്താവും കാരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. യത് പ്രേമ പ്രവണം ചിത്തം വിഗുണേഷു അഭിബന്ധുഷു. വിഗുണേഷു അഭിബന്ധുഷു, എൻ്റെ ബന്ധുക്കൾക്കൊന്നും ആ ബന്ധുക്കളുടേതായ ഗുണം എന്ന് പറയുന്നത് തന്നെ ബന്ധുസ്നേഹമാണ്. ആ ബന്ധുസ്നേഹം തീരെ ഇല്ലാണ്ടായിരിക്കുന്നു. എന്നിട്ടും എൻ്റെ മനസ്സ് യത് പ്രേമ പ്രവണം ചിത്തം, അവരോടിപ്പോഴും ആ പ്രേമഭാവത്തിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. ഇതെന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയുന്നില്ല. ബന്ധുക്കളോ പുത്രന്മാരോ ഭാര്യയൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയുന്നില്ല. അപ്പോൾ ഇത്ര നാളും എനിക്കെല്ലാം അറിയാമെന്ന് എൻ്റെ പുത്രന്മാരെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ ബന്ധുക്കളെക്കുറിച്ചോ ഒക്കെ ഞാൻ നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു. എനിക്ക് അവരെ അറിയാമെന്ന് ഞാൻ കരുതിയതൊക്കെ ഇന്ന് ഞാൻ അറിയുന്നു എനിക്കൊന്നും അറിയില്ല എന്ന് ഞാൻ അറിയുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരിങ്ങനെ കാണിക്കുന്നുവെന്നോ, എന്തുകൊണ്ട് എൻ്റെ മനസ്സ് അതേ വൈരാഗ്യഭാവത്തിൽ അവരോട് പെരുമാറുന്നില്ല എന്നോ എനിക്കറിയില്ല. അങ്ങ് പറഞ്ഞു തന്നാലും അങ്ങേക്കെല്ലാം അറിയുമായിരിക്കുമല്ലോ എന്ന് രാജാവിനോട് പറയുകയാണ്. എപ്പോഴാണോ നമുക്കറിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്, അപ്പോൾ മുതൽ നമ്മൾ പലതും അറിയാൻ തുടങ്ങും. എപ്പോൾ വരെ എല്ലാം അറിയാമെന്ന് നമ്മൾ കരുതുന്നുവോ അതുവരേക്കും അറിവുകൾ നമ്മളിൽ നിന്നും അന്യം നിൽക്കും. ഇത് വലിയൊരു തത്വമാണ്. ഈ ഒരു തുറന്നു പറച്ചിലിലൂടെ ഈ ഒരു വൈശ്യൻ പറഞ്ഞിരിക്കുന്ന, എനിക്കെന്താണെന്ന് അറിയില്ല, അറിയാമെന്ന് ഞാൻ കരുതിയിരുന്നു, ഇന്ന് അറിയില്ലെന്ന് അറിയുന്നു എന്ന് പറഞ്ഞത്. അടുത്ത ശ്ലോകം. തേഷാം കൃതേ മേ നിശ്വാസോ ദൗർമനസ്യം ച ജാനതേ കരോമി കിം യന്ന മനസ്തേഷു അപ്രതീഷു നിഷ്ഠുരം. തേഷാം കൃതേ മേ നിശ്വാസോ ദൗർമനസ്യം ന ച ജായതേ. തേഷാം എന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച്, കൃതേ മേ നിശ്വാസോ, അവരെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോഴൊക്കെയും
എനിക്ക് നിശ്വാസോ കൃതേ എന്ന് പറഞ്ഞാൽ ഒരു നെടുവീർപ്പാണ് വരുന്നത് അവരുടെ ഈ പ്രവൃത്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. ദൗർമനസ്യം ച ജാനതേ, അതുപോലെ തന്നെ മനസ്സിന് ഹിതമല്ലാതെയും തീരുന്നു. കരോമി കിം യൻ ന മനസ്തേഷു അപ്രതീഷു നിഷ്ഠുരം. മനസ്സ് ഇവിടെ ഹിതമല്ലാതെ വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് അവരോട് തിരിച്ചു തോന്നേണ്ടത് പ്രതികാര ബുദ്ധിയാണ്. പക്ഷെ മനസ്സ് അതിന് കീഴടങ്ങുന്നില്ല. അതായത് എന്താണോ നിനക്ക് ഹിതമായിട്ടുള്ളത്, നിന്നിലേക്ക് വന്നപ്പോൾ നിനക്കത് രുചിക്കാനാവാത്തത്, നിന്റെ രുചിക്ക് ചേരുന്നതല്ല എന്നറിഞ്ഞിട്ടും വീണ്ടും അതിൻ്റെ പിന്നാലെ പോകുന്നത്, നിനക്കത് നല്ലതല്ല എന്നറിഞ്ഞിട്ടും വീണ്ടും മനസ്സ് അതിൻ്റെ പിന്നാലെ പോകുന്നത് ഹിതത്തിനല്ല, അത് നിന്റെ പ്രിയത്തിനു വേണ്ടിയാണ്. നമുക്ക് നല്ലതല്ല എന്ന് സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ നമുക്ക് തോന്നിപ്പിച്ചു തരുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ നമുക്ക് അപ്രിയമാകുന്നതൊന്നും, നമ്മളിലേക്ക് വന്നാൽ നമുക്ക് അപ്രിയമാകുന്നതൊന്നും തന്നെയും മറ്റൊരാളിലേക്ക് കൊടുക്കരുത് എന്നാണ് ശാസ്ത്രം നിഷ്കർഷിക്കുന്നത്. ഇവിടെ ഈ ഭാര്യയോ പുത്രന്മാരോ തൻ്റെ ബന്ധുജനങ്ങളോ ആ സത്യം മനസ്സിലാക്കാതെ, ആ തത്വത്തെ അറിയാതെ ഈ വൈശ്യന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് തങ്ങളിലേക്ക് തിരികെ വന്നാൽ അത് തങ്ങൾക്ക് അപ്രിയമായിട്ടുള്ളതാകുമെന്ന് തിരിച്ചറിയാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സാഹചര്യങ്ങളിലൂടെ, വ്യക്തികളിലൂടെ ചിലതൊക്കെ തനിക്ക് ഹിതമല്ല എന്ന് ഈ വൈശ്യൻ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനനുസരിച്ച് തൻ്റെ മനസ്സിനെ പരുവപ്പെടുത്താൻ, തന്നെ തന്നെ മാറ്റിയെടുക്കാൻ, തനിക്ക് ഹിതമായിട്ടുള്ളത് തനിക്ക് ഇങ്ങോട്ട് അപ്രിയം കാണിച്ചവരോട് തിരിച്ചു പ്രിയം ഇല്ലാതെ ഇരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേചന ബുദ്ധി ഇപ്പോഴും മനസ്സിനുണ്ടാകുന്നില്ല. മനസ്സ് ഇപ്പോഴും അവരോട് ആ ഒരു ഹൃദയബന്ധം സൂക്ഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉള്ളിൽ മനസ്സിന് ഹിതമല്ലാതെ വരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിപ്പോഴും ഹിതമായിട്ടുള്ളത് അവരോട് അപ്രിയമായിട്ട് തന്നെ, അല്ലെങ്കിൽ അവരോട് ആ പ്രിയമില്ലാതിരിക്കുകയാണ്. പ്രതികാര ബുദ്ധി തോന്നിയില്ലെങ്കിലും പ്രിയമില്ലാതെ ഇരിക്കുകയാണ് വേണ്ട. പക്ഷെ ഇവിടെയാകട്ടെ അവരോട് പ്രിയം വെക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സ് തനിക്ക് ഹിതമായിട്ടുള്ളതല്ല ചെയ്യുന്നത്, തൻ്റെ പ്രിയത്തിനു വേണ്ടി മനസ്സിപ്പോഴും വർത്തിക്കുന്നു. അപ്പോൾ ചോദിക്കുകയാണ്, കരോമിക്കും യത് ന ജാനതേ, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് എനിക്ക് ന ജാനതേ, ഞാൻ അറിയുന്നില്ല. മനസ്തേഷു അപ്രീതിഷു നിഷ്ഠുരം, എൻ്റെ മനസ്സ് തേഷു അവരിൽ, അപ്രീതിഷു അവരോട് അപ്രീതികരമായിട്ട് അല്ലെങ്കിൽ പ്രതികൂലിയാകാത്തത് എന്താണ് എന്ന് ഞാൻ അറിയുന്നില്ല. മനസ്സാകട്ടെ നിഷ്ഠുരം, എന്താണ് എൻ്റെ മനസ്സിങ്ങനെ നിഷ്ഠുരമായി പോകുന്നത്? വേണ്ടത് വേണ്ട സമയത്ത് വേണ്ട വിധത്തിൽ എന്തുകൊണ്ടാണ് ചെയ്യാത്തത് എന്ന് ഇപ്പോൾ വൈശ്യന് സ്വന്തം പാകപ്പിഴകളെ, തൻ്റെ ചിന്തകളിലെ, തൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണമില്ലാത്ത ഈ ഒരു പ്രീതിപൂർവകമായ പോക്കിൽ, ഹിതപൂർവകമായിട്ടുള്ളതല്ല, പ്രീതിപൂർവകമായ ഈ പോക്കിൽ ഇപ്പോൾ ഒരല്പം കുറ്റബോധം തോന്നുന്നുണ്ട്. ഇങ്ങനെയല്ല വേണ്ടത് എന്ന് തിരിച്ചറിയുന്നുണ്ട്. എന്നിട്ടും അതിൽ നിന്നും പിന്മാറാൻ കഴിയാത്ത ഒരു നിസ്സഹായാവസ്ഥയാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അടുത്തത് മാർക്കണ്ഡേയ ഉവാച തതസ്തൗ സഹിതൗ വിപ്ര തം മുനിം സമുപസ്ഥിതൗ സമാധിർനാമ വൈശ്യോസൗ സജ പാർത്ഥിവ സത്തമ. ഇത്രയും നേരവും കണ്ടുകൊണ്ടിരുന്നത് സുരഥ രാജാവും സമാധി എന്നു പേരുള്ള വൈശ്യനുമായിട്ടുള്ള ഒരു സംവാദമായിരുന്നുവെങ്കിൽ ഇനിയും മാർക്കണ്ഡേയ ഉവാച, മാർക്കണ്ഡേയൻ പറഞ്ഞു. ഇവിടെ ഇടയ്ക്ക് എവിടെയാണ് മാർക്കണ്ഡേയൻ വരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇത് മാർക്കണ്ഡേയൻ പറയുന്ന ഒരു കഥയാണ്. ക്രോഷ്ടുകിക്ക് മാർക്കണ്ഡേയൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ് ഇത്. ആ കഥയുടെ ഇടയ്ക്ക് വന്ന കഥയിലെ സംവാദമായിരുന്നു നമ്മൾ രാജാവും അസുരഥ രാജാവും വൈശ്യനുമായിട്ടുള്ള ആ സംവാദം നമ്മൾ കണ്ടത്. ഇനി ആ കഥ തുടർന്ന് മാർക്കണ്ഡേയൻ പറയുകയാണ്,
തതസ്ഥൗ സഹിതൗ വിപ്ര തം മുനിം സമുപസ്ഥിതൗ സമാധിർനാമ വൈശ്യോസൗ സച പാർത്ഥിവസത്തമ. തതസ്ഥൗ സഹിതൗ വിപ്ര. തതഹ തൗ, ഇവിടെ ഔ വരുന്നത് 2 എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ കണ്ടു വൈശ്യൻ രാജാവിനോട് ചോദിക്കുന്നത്. ഇവിടെ രാജാവ് ഒരു കാര്യം തിരിച്ചറിഞ്ഞു. രാജാവ് ഇവിടെ വന്നത് തന്നെ തനിക്ക് തൻ്റെ പ്രജകളോട്, തൻ്റെ രാജ്യത്തോട്, തൻ്റെ രാജപദവിയോടൊക്കെ ഉണ്ടായ മമതയിൽ നിന്നും ഉണ്ടായ ദുഃഖം കൊണ്ടാണ് ഇവിടേക്ക് എത്തിപ്പെട്ടത്. ഒരു ദിവസം പെട്ടെന്ന് ആരോടും പറയാതെ നായാട്ടിനെന്നോണം വനത്തിലേക്ക് പുറപ്പെട്ടത്. ഇവിടെ ഈ വൈശ്യൻ വന്നിരിക്കുന്നതും അതേ മമത ദുഃഖഹേതുവായി മാറിയ ഒരു അവസരത്തിലാണ് വനത്തിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇവിടെ രാജാവിന് ഒരു കാര്യം മനസ്സിലായി. തൻ്റെ ദുഃഖത്തിൻ്റെ കാരണം മമതയാണ്, പക്ഷേ എങ്ങനെ അതിൽ നിന്നും പുറത്തു കടക്കുമെന്ന് തനിക്കറിയാത്ത ഒരവസ്ഥയിലാണ് താൻ നിന്നിരുന്നത്. അതേ അവസ്ഥയാണ് ഇപ്പോൾ ഈ വൈശ്യനും നേരിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തതഹ തൗ, അനന്തരം അവർ രണ്ടുപേരും സഹിതൗ വിപ്ര, അവർ രണ്ടുപേരും കൂടി ചേർന്ന് ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ്റെ അടുത്ത്, ആ മഹർഷിയുടെ അടുത്ത്, സുമേധസ് എന്ന് പറയുന്ന ബ്രാഹ്മണന്റെ അടുത്ത്, ആ മഹർഷിയുടെ അടുത്തേക്ക് തം മുനിം സമുപസ്ഥിതോ, അവരുടെ ആ മഹർഷിയുടെ അടുത്ത് എത്തിച്ചേർന്നു. സമാധിർനാമ വൈശ്യോസൗ സജ പാർത്ഥിവസത്തമ. സമാധിർനാമ വൈശ്യോസൗ, സമാധി എന്ന് പേരുള്ള ആ വൈശ്യനും സജ പാർത്ഥിവസത്തമ, ആ രാജാവും കൂടി, സുരഥൻ എന്ന രാജാവും കൂടി സുമേധസ് എന്ന് പറയുന്ന ആ ബ്രാഹ്മണന്റെ അടുത്ത് എത്തിച്ചേർന്നു. ഇനിയും ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരു കാര്യം മനസ്സിലായി. തങ്ങളുടെ ആ ഒരു മമതാബോധം അത് തങ്ങളുടെ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കാനാകാത്ത ഒന്നാണ് ഈ മമത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ മറികടന്നെങ്കിലേ സമാധാനം കിട്ടൂ, ശാന്തി ഉണ്ടാവൂ ജീവിതത്തിൽ. തങ്ങളുടെ ബുദ്ധി ഇപ്പോൾ വർത്തിക്കുന്ന തലത്തിൽ നിന്നാൽ അതിൻ്റെ നിയന്ത്രണം കിട്ടാത്തിടത്തോളം ജീവിതത്തിൽ ശാന്തി ഉണ്ടാവുകയില്ല. ആ ശാന്തി സമാധാനവും തേടിയാണ് ഈ ആശ്രമത്തിൽ എത്തിയത്. അപ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ ചിത്തത്തെ അല്ലെങ്കിൽ തൻ്റെ ചിന്തകളെ നിയന്ത്രണത്തിലാക്കിയ സജ്ജനങ്ങളുടെ വാക്കുകൾ കൊണ്ട് മാത്രമേ തങ്ങളുടെ ജീവിതത്തിൽ ശാന്തി ഉണ്ടാകൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അതിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഈ സന്യാസി വര്യൻ്റെ അടുത്ത്, ഈ മഹർഷിയുടെ അടുത്ത് തന്നെയാണ് എത്തേണ്ടത് എന്ന് കരുതി അങ്ങനെ ആ സുമേധസ് എന്ന് പറയുന്ന മഹർഷിയുടെ അടുത്തേക്ക് രണ്ടുപേരും എത്തിച്ചേർന്നു. അടുത്ത ശ്ലോകം. കൃത്വാ തു തൗ യഥാ ന്യായം യഥാർഹം തേന സംവിദം ഉപവിഷ്ടൗ കഥാ കാശ്ചിത് ചക്രതുർവൈശ്യ പാർത്ഥിവൗ. കൃത്വാ തു തൗ യഥാ ന്യായം യഥാർഹം തേന സംവിദം. അതായത് ആ മഹർഷിയുടെ മുൻപിലെത്തിയ അവർ രണ്ടുപേരും എങ്ങനെയാണോ പൂജ്യരായിട്ടുള്ള ആളുകളുടെ മുൻപിൽ വിനയത്തോടുകൂടി അതേപോലെ തന്നെ വേണ്ട വിധത്തിലുള്ള ഉപചാരങ്ങളൊക്കെ ആചരിച്ചുകൊണ്ട് തങ്ങളുടെ ഉള്ളിലെ ദുഃഖമോ ഗർവോ രണ്ടുപേരും ഒരു തരത്തിൽ നോക്കിയാൽ തുല്യ ദുഃഖിതരായിരുന്നു. അവർക്ക് വേണ്ടത് മനസ്സിനെ കീഴ്പ്പെടുത്തുകയായിരുന്നു, ചിന്തകളെ നിയന്ത്രിക്കലായിരുന്നു. അതിനു വേണ്ടിയിട്ട് തുല്യ ദുഃഖിതരായ അവർ പക്ഷേ ഒരു മഹർഷിയുടെ മുൻപിൽ തങ്ങൾക്ക് എന്താണോ കഴിയാതെ പോകുന്നത് അത് നേടിയെടുത്ത പൂജ്യനായ ഒരു മഹാത്മാവിൻ്റെ മുൻപിൽ വന്നപ്പോൾ ആ ദുഃഖങ്ങളൊക്കെ തൽക്കാലത്തേക്ക് ഒരു അവധി കൊടുത്തുകൊണ്ട് വേണ്ട വിധത്തിൽ ഉപചാരങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഉപവിഷ്ടൗ കഥാ കാശ്ചിത് ചക്രതുർവൈശ്യ പാർത്ഥിവൗ. ഉപവിഷ്ടൗ, അവിടെ വന്ന് അവരവരർഹിക്കുന്നതായിട്ടുള്ള യഥാർഹം തേ ന സംവിധം, അവിടെ വന്ന് ആ മഹർഷിയുടെ മുൻപിൽ വന്നിട്ട് അവരവർക്ക് അർഹിക്കുന്നതായിട്ടുള്ള ഇരിപ്പിടങ്ങളിലൊക്കെ ഇരുന്നിട്ട്
കാശ്ചിത് ചക്രതുർ വൈശ്യ പാർത്ഥിവവും, ആ രാജാവും വൈശ്യനും പാർത്ഥിവൻ എന്ന് പറഞ്ഞാൽ പൃഥ്വിക്ക് അധിപനായിട്ടുള്ളവൻ രാജാവും മഹർഷിയോട് കുറെ താങ്കളുടെ കഥകൾ, ദുഃഖത്തിൻ്റെ കഥകൾ പറഞ്ഞു തുടങ്ങി. ഇനിയും ഇതിൽ നിന്ന് കയറണമെങ്കിൽ ഈ മഹർഷിയോട് തങ്ങൾ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്നുള്ള സത്യം മഹർഷി അറിയണം. എന്നിട്ട് തങ്ങളെ സഹായിക്കണം. എന്തിനാ? മനസ്സിനെ ഒന്ന് ശാന്തമാക്കുന്നതിന്. ഇപ്പോൾ കടിഞ്ഞാണില്ലാതെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കുതിര. മമത ഒരു ലേശം പോലും വിട്ടുപോകാതെ വളരെയേറെ ഇവരെ അശാന്തിയിലിട്ട് മഥിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിൻ്റെ കടിഞ്ഞാണൊന്ന് ഏറ്റെടുക്കുന്നത് എങ്ങനെയെന്നറിയാൻ മഹർഷിയുടെ മുൻപിൽ വന്ന് താങ്കളുടെ കഥകളൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ആദ്യം രാജാവ് പറയാണ്, രാജോവാച ഭഗവം സ്ത്വാമഹം പ്രഷ്ടുമിച്ഛാമ്യേകം വദസ്വ തദ് ദുഃഖായ യന്മേ മനസഃ സ്വചിത്തായ തദാമിന. ഇവിടെ തങ്ങൾക്ക് എന്താണോ വേണ്ടത് അതാണ് ആ മഹർഷിയുടെ മുൻപിൽ പറയുന്നത്. എന്തോ പറഞ്ഞ, ഭഗവം സ്ത്വാമഹം പ്രഷ്ടുമിച്ഛാമ്യേകം വദസ്വ തദ്. ഭഗവം ത്വാം, അങ്ങ് മഹാത്മാവാണ്. അങ്ങയോട് അഹം പ്രഷ്ടും, ഞാനൊരു കാര്യം ചോദിച്ചിട്ട് എനിക്കൊരു സംശയ നിവാരണത്തിനായിട്ടാണ് ഞാൻ വന്നത്. ഇച്ഛാമി ഏകം വദസ്വ തത്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടുന്നത് പറഞ്ഞു തന്നാലും ദുഃഖായ യന്മേ മനസ്സ് സ്വചിത്തായ തദാമിന. ഞങ്ങളുടെ മനസ്സ്, യന്മേ മനസ്സ്, എൻ്റെ മനസ്സ് ഇപ്പോൾ അതീവ ദുഃഖിതമാണെന്നറിയുക. മനസ്സിനെ ഒട്ടും ശാന്തമാക്കാൻ കഴിയുന്നില്ല. സ്വചിത്തായ തദാമിന. അതുകൊണ്ട് എൻ്റെ ഈ മനസ്സിലെ ദുഃഖങ്ങളെയൊക്കെ ഒന്ന് ഇല്ലാതെയാക്കാൻ, എല്ലാം അറിയുന്നവരാണ് മഹാത്മാക്കൾ എന്ന് പറയാറുണ്ട്. അങ്ങേക്ക് എല്ലാം അറിയാമല്ലോ, എല്ലാം മനസ്സിലാകുമല്ലോ എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഈ മനസ്സിൻ്റെ ദുഃഖമൊന്ന് മാറ്റിത്തരാൻ അങ്ങ് കനിഞ്ഞാലും. മമത്വം ഹൃദരാജ്യസ്യ രാജ്യാംഗേഷു അഖിലേഷ്വപി ജാനതോപി യഥാജ്ഞസ്യ കിമേതന്മുനി സത്തമ. മമത്വം ഹൃദരാജസ്യ, എൻ്റെ മമത്വമാണ് എൻ്റെ രാജ്യത്തെ അപഹരിച്ചത് എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ പ്രജകളെ, എൻ്റെ അനുചരന്മാരോടൊക്കെ എനിക്ക് തോന്നിയിരുന്ന ആ ഒരു മമതാ ബോധമാണ് ഈ രാജ്യം എന്നിൽ നിന്നും അപഹരിച്ചു കൊണ്ടുപോയത്. രാജ്യാംഗേഷു അഖിലേഷ്വപി, രാജ്യാംഗങ്ങളായിട്ടുള്ള എന്ന് പറഞ്ഞാൽ മന്ത്രിമാരും മറ്റ് സൈന്യങ്ങളും, അഖിലേഷു അപി എന്ന് പറഞ്ഞാൽ എല്ലാവരിൽ നിന്നും, ആ സൈന്യങ്ങളും എല്ലാം തന്നെയും ആ ഭണ്ഡാരത്തിലുള്ളതും എല്ലാം അതൊക്കെ എൻ്റെ മമതയായിരുന്നു. അവരോട് തോന്നിയിരുന്നത്, എൻ്റെ ഭണ്ഡാരത്തോട് തോന്നിയത്, എൻ്റെ രാജ്യത്തോട് തോന്നിയത്, അതെല്ലാം തന്നെയും അവര് ഹൃദ എടുത്തുകൊണ്ട് പോയിയല്ലോ, എല്ലാം എന്നിൽ നിന്നും അപഹരിച്ചുവല്ലോ. ജാനതോപി യഥാജ്ഞസ്യ കിമേതന്മുനി സത്തമ. ജാനതോപി യഥാജ്ഞസ്യ, യഥാ അജ്ഞസ്യ എന്നാണ് യഥാജ്ഞസ്യ. അതായത് ജാനതോപി, അങ്ങ് എല്ലാം അറിയുന്ന. ഇപ്പോൾ അങ്ങയോട് ഞാൻ ഈ പറയുമ്പോൾ ഇത് എല്ലാം അറിയുന്നവനാണ് ഞാൻ, എന്നിട്ടും യഥാ അജ്ഞസ്യ, അജ്ഞനെ പോലെയായി തീരുന്നു ഞാൻ. കിമേതൻ മുനിസത്തമ, ഇതിനെന്താണ് കാരണം? ഇതൊക്കെ ഞാൻ അറിയുന്നു, എൻ്റെ മമത കൊണ്ടാണ് ഇവരൊക്കെ എന്നിൽ നിന്ന് ഇത് അപഹരിച്ചത്. ഇന്ന് എന്നെ തളർത്തുന്നതും എൻ്റെ മമതാബോധമാണ്. പക്ഷെ ഇതൊക്കെ അറിയാമായിരുന്നിട്ടും എനിക്കതിൽ നിന്നും ഒരു വിടുതൽ സാധ്യമാകുന്നില്ല. ഞാൻ അജ്ഞനെ പോലെയായി തീരുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അയം ച നികൃത പുത്രൈർദാരൈർ ഭൃത്യൈസ്തഥോജ്ജിത സ്വജനേന ച സംത്യക്തസ്തേഷു ഹാർദി തഥാപ്യതി. അയം ച നികൃത പുത്രൈർ. അയം, ഈ. അപ്പോൾ ആദ്യം രാജാവ് തൻ്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്തത് വൈശ്യന്റെ കാര്യം രാജാവ് തന്നെ ഉണർത്തിക്കുകയാണ്. എന്താ? അയം ച നികൃത. ഈ വൈശ്യനും അതേപോലെ തന്നെ ഭ്രഷ്ടനാക്കപ്പെട്ടിരിക്കുന്നു. ആരാൽ? പുത്രൈർ ദാരൈർ ഭൃത്യൈസ്തഥോജ്ജിത. പുത്രന്മാരാൽ, ദാരം എന്ന് പറഞ്ഞാൽ പത്നി,
തൻ്റെ ധർമ്മപത്നിയാൽ ഭൃത്യന്മാരാൽ തഥാ ഉജ്ജിത ഇവരാലെല്ലാം ചതിക്കപ്പെട്ട് പുറത്താക്കപ്പെട്ട് കഴിഞ്ഞില്ല. സ്വജനേന ച സന്ധ്യക്ത സ്വജനങ്ങളും ഉപേക്ഷിച്ചു, ബന്ധുക്കളുമെല്ലാം ഉപേക്ഷിച്ച ഈ വൈശ്യനും പക്ഷേ തേഷു ഹാർദി തഥാപ്യതി അവരോട്, ഈ തന്നെ ചതിച്ചവരോടൊക്കെയും പക്ഷെ ഇപ്പോഴും ഹാർദി തഥാപ്യതി വളരെ സ്നേഹപരവശമായിട്ടുള്ള ഒരു ഹൃദയമാണ് ഇപ്പോഴും ഈ വൈശ്യനുള്ളത്. തൻ്റെ കാര്യവും വൈശ്യൻ്റെ കാര്യവും പറഞ്ഞു. രണ്ടു പേരുടെയും ദുഃഖത്തിന് ഹേതു ഒന്ന് തന്നെയാണ്. അപ്പോൾ രണ്ടു പേർക്കും ഒരേ മരുന്ന് തന്നെയാണ് വേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് തൻ്റെ കഥയോടൊപ്പം ചേർത്ത് വൈശ്യൻ്റെ കാര്യവും കൂടി ഇവിടെ രാജാവ് ആ മഹർഷിയോട് പറയുന്നത്. ഏവമേഷ തഥാഹം ച ദ്വാവപ്യത്യന്ത ദുഃഖിതൗ ദൃഷ്ടദോഷേപി വിഷയേ മമത്വ ആകൃഷ്ടമാനസൗ. ഏവമേഷ തഥാഹം ച ഏവം ഏഷ ഇപ്രകാരം ഒക്കെ ആണെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും അവസ്ഥ ഇതാണെങ്കിലും ഏഷ തഥാ അഹം അവനും, അതായത് ഈ വൈശ്യനും തഥാ മാത്രമല്ല ഞാനും ദ്വാവ് അപ്പി അത്യന്ത ദുഃഖിതൗ ദ്വാവ് അപ്പി അത്യന്ത ദുഃഖിതൗ ഇങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരുമെങ്കിലും അത്യന്ത ദുഃഖിതവും വളരെയേറെ ദുഃഖിക്കുന്നുണ്ടെങ്കിലും ദൃഷ്ടദോഷേപി വിഷയേ മമത്വാകൃഷ്ടമാനസൗ ഇങ്ങനെ ഞങ്ങളുടെ ദുഃഖത്തിനൊക്കെ ഹേതുവായി ഭവിക്കുന്ന ഈ വിഷയങ്ങളോട്, ഒരാളിന് പുത്രന്മാരും ഭാര്യയും സ്വജനങ്ങളുമാണെങ്കിൽ ഒരാളിന് തൻ്റെ തന്നെ മന്ത്രിമാരും തൻ്റെ ഭൃത്യന്മാരും അതേപോലെ തൻ്റെ രാജ്യവും തൻ്റെ ഭണ്ഡാരവും ഒക്കെ നഷ്ടപ്പെട്ട ദുഃഖം. അപ്പോൾ ചതിക്കപ്പെട്ട ഒരവസ്ഥയിൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഒരു വേദന, അത് ഏൽപ്പിച്ച ഏകാന്തതയുടെ ദുഃഖം, ഒറ്റപ്പെടലിൻ്റെ വേദന പറയാ. ദൃഷ്ടദോഷേപി വിഷയ അതിനോടൊക്കെ ആ വിഷയങ്ങളോടൊക്കെ ഒരു ദോഷബുദ്ധിയാണ് കാണേണ്ടത്. പക്ഷേ മമത്വാകൃഷ്ടമാനസൗ അവയോടൊക്കെ ഒരു മമതാബോധത്തോടുകൂടി മനസ്സ് ആകൃഷ്ടമായിരിക്കുന്നു, വിട്ടുപോകുന്നില്ലല്ലോ. തത് കിമേതന്മഹാഭാഗ യന്മോഹോ ജ്ഞാനിനോരപി മമാസ്യ ച ഭവത്യേഷ വിവേകാന്തസ്യ മൂഢത. തത് കിമേതന്മഹാഭാഗ ചില ഗ്രന്ഥങ്ങളിൽ തത് കേന ഏതൻ എന്നും കാണാറുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ് അർത്ഥം. അതായത് ഇങ്ങനെ അല്ലയോ മഹാഭാഗ, കിം ഏതൻ യന്മോഹോ ജ്ഞാനിനോരപി ഇത് എന്തുകൊണ്ടാണ് ഇപ്രകാരം അല്ലയോ മഹാഭാഗ മഹാത്മാവയെ യന്മോഹോ ജ്ഞാനിനോരപി ഗുണദോഷങ്ങളെയൊക്കെ വേർതിരിച്ചറിയേണ്ടതായിട്ടുള്ള ഒരു വിവേകം ഞങ്ങളുടെ ഈ മോഹമാകുന്ന സ്നേഹമാകുന്ന മറ കൊണ്ട് ഞങ്ങളിൽ നിന്നും അന്യം നിൽക്കുന്നുവല്ലോ. ആ വിവേകം ബുദ്ധി ജ്ഞാനിനോരപി ഞങ്ങളെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ആ തിരിച്ചറിവ് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഞങ്ങളുടെ ഈ സ്നേഹമാകുന്ന മോഹമാകുന്ന ഈ ഒരു അജ്ഞാനം കൊണ്ട്. മമാസ്യ ച ഭവത്യേഷ വിവേകാന്തസ്യ മൂഢത ഇപ്രകാരം ഞങ്ങളെ ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള വിവേകാന്തസ്യ വിവേകമില്ലായ്മയുടെ കൂരിരുട്ട് അങ്ങനെയുള്ള ഈ മൂഢതയ്ക്ക് എന്താണ് കാരണം? അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും എന്നിങ്ങനെ ഇത് ഈ ഒരു മഹർഷിയോട് വന്ന് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ, തൻ്റെ വിദ്യ കൊണ്ടും തപസ്സിൻ്റെ ആ ഒരു വൈഭവം കൊണ്ടും മനസ്സിനെ കീഴ്പ്പെടുത്തി ശാന്തിയുടെ പരമമായ തലത്തിൽ നിലകൊള്ളുന്ന ഇത്തരത്തിലുള്ള മഹാത്മാക്കളോട് നമ്മൾ അന്വേഷിക്കേണ്ടതും ഇത് തന്നെയാണ്. ശാന്തിയുടെ തലത്തിലേക്ക് എങ്ങനെ എത്തിപ്പെടാമെന്ന് നമ്മൾ
നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതേ നമുക്ക് മറ്റൊരാളിന് കൊടുക്കാനാവും അല്ലേ. അപ്പോൾ ഇവിടെ മഹാത്മാവായിട്ടുള്ള ഈ സുമേധസ് എന്ന് പറയുന്ന മഹർഷിയുടെ കയ്യിൽ എന്താ ഉള്ളത്? ശാന്തി ഒന്ന് മാത്രമാണ്. അദ്ദേഹത്തിന് ഈ രാജാവിന് തിരിച്ച് രാജ്യത്തെ കൊടുക്കാൻ കഴിയില്ല. ഈ മന്ത്രിമാരെയോ പ്രജകളെയോ ഒക്കെ രാജാവിനോട് കൂറുള്ളവരാക്കി മാറ്റുവാൻ കഴിയില്ല. അതേപോലെ തിരിച്ച് വൈശ്യന്റെ കാര്യത്തിലും ആ ഭാര്യയോ പുത്രന്മാരെയോ സ്വജനങ്ങളെയോ ഒക്കെ തിരിച്ച് സൽബുദ്ധി തോന്നിപ്പിച്ച് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കുവാനും കഴിയില്ല. കൊടുക്കുവാൻ കഴിയുന്നത് ഏത് അശാന്തിയിലും ശാന്തമായിരിക്കുവാൻ വേണ്ടുന്ന മഹത്വമായ ഉപദേശമാണ് ഇവരന്വേഷിച്ചതും. അതുകൊണ്ട് തന്നെ മഹർഷിയുടെ പക്കലുള്ള ആ ശാന്തിയെ തന്നെയാണ്. ആ തലത്തിലേക്ക് ഞങ്ങൾക്കും കൂടി എത്തിച്ചേരണം. അതിനു വേണ്ട ഉപദേശം പറഞ്ഞു തന്നാലും സൽക്കാര്യങ്ങൾ പറഞ്ഞു തന്നാലും സത്മാർഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു തന്നാലും എന്നാണ് രാജാവ് ഇവിടെ തനിക്കും വൈശ്യനും കൂടി വേണ്ടി പറഞ്ഞു വച്ചത്. ഇതിനുള്ള മറുപടി എന്താണ് ഋഷി പറഞ്ഞു കൊടുക്കുന്നതെന്നാണ് അടുത്ത ശ്ലോകം മുതൽ പറയുന്നത്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. അമ്മയൊക്കെ വേണ്ട വിധത്തിൽ പറയിപ്പിക്കട്ടെ ഈ ഉള്ളവളെ കൊണ്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവി നമഃ. നമ്മ പറയിപ്പിച്ച വാക്കുകളൊക്കെയും അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ അർച്ചനാ പുഷ്പങ്ങളായി സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ ഇന്നത്തെ സത്സംഗം. ഓം ശ്രീ ചാമുണ്ഡായേ നമഃ.